ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? 10 രൂപ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഈ ലൈവ് മുഴുവനായിട്ട് കാണുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണേ, നമ്മുടെ ക്വാളിറ്റി ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. നമ്മളൊന്നും അത്ര വലിയ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും നമ്മുടെ നിലവിലത്തെ ക്വാളിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് കുറയാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാനൊക്കെ ഏതോ ഒരു ലെവലാണ് എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് 100% ഉണ്ട്. കാരണം അത്രയധികം നിലവാരമില്ലാത്ത വർത്താനാണ് ആൾക്കാർ പറയുന്നത്. കച്ചറ എന്ന് പറയുന്ന ഒരു വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗാർബേജ് എന്നുള്ളതല്ല അർത്ഥം. കച്ചറ വർത്താനാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഈ ജാൻമണിയൊക്കെ എന്തുവാ സംസാരിക്കുന്നത്? ബാക്കിയുള്ള ആളുകളൊക്കെ എന്തോ താഴേക്കിടയിലുള്ള ആളുകളാണ്, അവരുടെ അടുത്തൊന്നും താൻ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എന്ത് കോൺഫിഡൻസിലാണ് പറയുന്നത്. നോറയൊക്കെ തേർഡ് ക്ലാസ് ഡ്രാമ കളിക്കുന്നു എന്നുള്ളതാണ് ജാൻമണി ഇപ്പോൾ പറയുന്ന കാര്യം. പക്ഷെ തേർഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വേർഡ്, ലോ ക്ലാസ് എന്ന് പറയുന്ന ഒരു വേർഡൊക്കെയാണ് ശരിക്കും ജാൻമണി അവിടെ യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കരുത്. അതേപോലെ തന്നെ ജിൻഡോ എന്താണ് പറയുന്നത്? റസ്മിനൊക്കെ വരുന്ന ഏരിയയുടെ പ്രശ്നമാണ്. മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്കാരല്ല ഇവര്. അതേപോലെ ഇതൊക്കെ കേൾക്കുന്ന പല ആളുകളും റെസ്പോണ്ട് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിൽ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ അവകാശപ്പെടുന്ന ആ ഒരു ക്ലാസ് ഏതാണ്? അതാ ഞാൻ പറഞ്ഞത്, ഈ ലൈവ് മുഴുവനായിട്ട് കേൾക്കുന്ന സമയത്ത് ഈ പിള്ളേരെയൊക്കെ വലിയ രീതിയിൽ കരുതലുള്ള പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രേക്ഷകര് അത് കാണാതിരിക്കായിരിക്കും നല്ലത്. പിള്ളേരൊക്കെ ഈ തരത്തിൽ വേർതിരിവുകൾ, ക്ലാസ് ഡിഫറൻസ്, ഷെയ്മിങ് പോലെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇന്ന് ഹൈജീൻ വലിയൊരു ചർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജാസ്മിന്റെ ഹൈജീൻ, ജാസ്മിൻ തുമ്മി. അപ്പൊ എന്നാ സംഭവം? എല്ലാ ആളുകൾക്കും ജാസ്മിന്റെ ഹൈജീനെ കുറിച്ചിട്ട് പറയാനായിട്ടേ നാവുള്ളൂ. വേറെ ഗെയിമൊന്നും ആളുകൾക്കില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഓരോ ദിവസവും ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്ട്രോങ് ആയിട്ട് മറ്റുള്ള ആളുകൾക്കെതിരെ ആരോപണങ്ങളും പോയിന്റുകളും പറയുന്നത് വേണ്ടതാണ്. എന്നാലേ ഗെയിം മാറത്തുള്ളൂ. എന്നാൽ ഇങ്ങനെ പോയിന്റുകളൊക്കെ പറയുന്ന സമയത്ത് ഗെയിം കളിക്കാൻ അധികം ആൾക്കാർ സീസൺ 6 മെനക്കെടാറില്ല. കാരണം സീസൺ 6 ചില കോമൺ ടാർഗറ്റുകളുണ്ട്. ഇപ്പോൾ ജാസ്മിൻ, ഗബ്രി, ജിൻഡോ, അങ്ങനെയുള്ള ചില കോമൺ ടാർഗറ്റുകളുണ്ട്. അപ്പൊ അതിനെ പിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എല്ലാ ആൾക്കാരുടെയും ഒരു ഉദ്ദേശം. അല്ലാത്ത വേറെ തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനായിട്ട് പല ആളുകളും റെഡിയല്ല. ഇപ്പോൾ ശ്രീരേഖയൊക്കെയാണ് കുറച്ചും കൂടെ തൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. ശ്രീരേഖ അങ്ങനെ തൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് യമുനയ്ക്കെതിരെ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴത്തേന് യമുന ഓൺ ആയത് കണ്ടില്ലേ? അപ്പൊ യമുനയ്ക്ക് ശ്രീരേഖയ്ക്കെതിരെ ചില പോയിന്റുകളുണ്ട്. ഇത് യമുന നേരത്തെ പറയാതെ വെച്ചിരുന്നതാണ്. അതിപ്പോ പറയുന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യം വന്ന സമയത്താണ്. ഇപ്പം നോറ, അതേപോലെ തന്നെ ജാൻമണി, ഇപ്പം അവരെല്ലാം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇപ്പൊ നോറയെ കുറിച്ചിട്ടാണ് ജാൻമണി അത്രയധികം മോശമായിട്ട് സംസാരിച്ചത്. ഇപ്പൊ നോറ ഓക്കെ ഇമോഷണലി വീക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടും ഭയങ്കര മോശമായിട്ട് പറയേണ്ട ഒരു ആവശ്യം ജാൻമണിക്കില്ല. പിന്നെ നോറ തിരിച്ചു പെരുമാറുന്നത് താൻ വീക്കല്ല എന്ന് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് സ്വയം എത്തിച്ചിട്ടാണ് നോറ അത് പറയുന്നത്. കരച്ചിലും ബഹളവും ഒരുമാതിരി മറ്റേ എന്തോ ഒരു പക്ഷി ചിലക്കുന്ന കൂട്ട ഒരൊച്ച മാത്രമാണ് ഇവരുടെ കോൺവെർസേഷനിൽ കേൾക്കാൻ പറ്റുന്നത്. അല്ലാതെ വേറെ ഒന്നും മനസ്സിലാവത്ത് പോലുമില്ല. ഇനിയിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിടാൻ തക്ക തരത്തിലുള്ള ആളുകൾ ആരാണ് എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ചോദ്യം. ഋഷിയാണ് തുടക്കം ഇടുന്നത്. ജാസ്മിനും ജിൻഡോയും പറയുന്നു. ജാസ്മിൻ തുമ്മിയ ചില കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീൻ, അതുകൊണ്ടൊക്കെ തന്നെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോവാം. അതേപോലെ തന്നെ ജിൻഡോയുടെ ചില മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ജുവനൈൽ ഹോമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളതാണ് ഋഷിയുടെ കണ്ടെത്തൽ. അർജുൻ ജിൻഡോയും ജാസ്മിനെയാണ് പറയുന്നത്. രണ്ടാൾക്കാരും റൂള് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉറങ്ങുന്ന കാര്യങ്ങൾ, മൈക്ക് ധരിക്കാത്ത കാര്യങ്ങൾ, അതെല്ലാം അർജുൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, അദ്ദേഹം പ്രേക്ഷകരെ പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരേ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുക, എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരിക. കാരണം തുടക്കത്തിൽ തന്നെ എങ്ങടേക്കാണ് പോക്ക് എന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലായി. ആദ്യം ഒരാൾ പറയുന്നു, പിന്നെ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. അല്ലാതെ ആർക്കും ഒരു ഗെയിം ഇല്ല. ആദ്യം പറയുന്ന ആളുടെ മേൽ കുറ്റം മറ്റേ ആൾ ഇട്ടോളും, അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് എന്നുള്ള ഒരു സിമ്പിൾ ചിന്താഗതി. അൻസിബ, ജിൻഡോ, അപ്സര, ജാസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അൻസിബ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അപ്രിഷിയേറ്റ് ചെയ്തു. ഇങ്ങനെ വേണം പറയാനായിട്ട്. കാരണം അൻസിബ നല്ല സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. ജിൻഡോ ഈ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഇല്ല. തന്റെ പവർ ഉപയോഗിച്ച് ഭക്ഷണം മുഴുവൻ കഴിക്കാനായിട്ട് ശ്രമിച്ചു. ഇന്നലെ കൂടുതൽ ചിക്കൻ പീസുകൾ എടുത്തല്ലോ. അപ്സര റാസ്കൽ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തു. അതൊക്കെ വിടേണ്ട സമയം കഴിഞ്ഞു. എന്നേ കഴിഞ്ഞ കേസാണ് അതൊക്കെ. അപ്സര തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഇതിനകത്ത് ഗെയിമൊന്നുമില്ല. കാരണം അൻസിബ, അപ്സര അവരൊക്കെ രണ്ട് പോളിൽ നിൽക്കുന്ന ഗെയിമേഴ്സാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ അൻസിബ അപ്സരക്കെതിരെ ഓക്കെ അത് കളിച്ചോട്ടെ, അവർക്ക് ഓരോ ഗെയിം പ്ലാൻ അല്ലേ, അതിനെക്കുറിച്ച് പറയണ്ട. പിന്നെ ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നു, ഇത്തിരി മാന്യത കാണിക്കായിരുന്നു, വൃത്തി വേണം,
സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ട് കണ്ടസ്റ്റൻസ് പറയുകയും കോൺഫ്ലിക്റ്റുകൾക്ക് വെടിമരുന്നിടുകയും ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിന് വലിയ സന്തോഷമാണ്. അപ്പോൾ ബിഗ് ബോസ് അൻസിബി അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ശരണ്യ, ജിൻഡോ, ഗബ്രി, ജാസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രഡിക്റ്റബിൾ. പിന്നെ ജിൻഡോ ഭക്ഷണം ഷെയർ ചെയ്യത്തില്ല, അപ്പം മറ്റേ ആ ഒരു സെക്കൻഡ് കേസ് തന്നെയാണ് പറയുന്നത്. പിന്നെ അൻസിബ ജിൻഡോയെ കുറിച്ചിട്ട് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ തമ്മിൽ തെറ്റിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ജിൻഡോ അതിൽ അഗ്രഹണ്യനാണ് കേട്ടോ. നമുക്ക് ജിൻഡോയുടെ ആ ഒരു കുത്തിത്തിരിപ്പെന്ന് പറയുന്ന സാധനം എനിക്ക് അങ്ങനെയുള്ളമാരെ കണ്ണെടുത്ത കാണത്തില്ലാത്തതുകൊണ്ട് എനിക്ക് തീരെ പറ്റില്ല. പിന്നെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഈ സീസണിലെ ക്വാളിറ്റി ഇത്ര ഉള്ളൂ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത് മറ്റേ ആ ഒരു ഹൈജീൻ ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഗബ്രിയെ കുറിച്ചിട്ട് പറയുന്നത് മറ്റേ കൂർക്കം വലി എന്ന് പറയുന്ന ഇഷ്യൂ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിനെ കുറിച്ചിട്ടാണ്. ശ്രീതു ആസ് യൂഷ്വൽ കോപ്പി ഗെയിമർ, ജിൻഡോ, അതേപോലെ തന്നെ ജാസ്മിൻ, പിന്നെ ആരാണ് അപ്സര മറ്റേ വേർഡ് യൂസ് ചെയ്തു. പിന്നെ ജിൻഡോ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, കേൾക്കില്ല. ജാസ്മിൻ മറ്റേ ഹൈജീൻ ഇഷ്യൂ. നോറ അനദർ പേഴ്സണൽ ഗ്രഡ്ജ് ആൻഡ് കോപ്പി ഗെയിമർ. ജാസ്മിൻ അൺഹൈജീൻ. മറ്റേ അപ്സര മറ്റേ വേർഡ് യൂസ് ചെയ്തു. പിന്നെ ജാൻമണിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. കാരണം ജാൻമണി നോറ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നോറയെ നോമിനേറ്റ് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇമോഷണലി വീക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോറ അവരെ ആ ലിസ്റ്റിലേക്ക് അങ്ങനെ ഇടും. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് സ്ഥിരമായിട്ട് നോറ ഏതെങ്കിലും ഒരു ടാസ്ക് പറയുന്ന സമയത്ത് പെടുന്ന ആൾക്കാർ. ജിൻഡോ ഒത്തിരിയധികം ആളുകളുടെ പേര് പറയുന്നുണ്ട്. അർജുൻ പവർ ടീമിലേക്ക് വന്നപ്പോഴത്തേന് അർജുൻ മാന്യമായിട്ട് പണികൾ എടുക്കുന്നത് ജിൻഡോയിൽ അസൂയ ഉളവാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് അർജുനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കള്ളത്തരാണ് പറഞ്ഞ് പരത്തുന്നത്. ഒരു നാണോമാനം ഇല്ലാത്ത ഒരുത്തനാണല്ലോ ഞാൻ ആലോചിക്കണത്. മറ്റേ ജാൻമണിക്ക് ചായ നിഷേധിച്ചത് അർജുനാണ് എന്നുള്ളതാണ് ഒരു പൊതു സ്ഥലത്ത് വന്നിട്ട് ജിൻഡോ പറയുന്നത്. ശരിക്കും ഇവർ ടീമായിട്ട് എടുത്തൊരു ഡിസിഷനാണ്. അത് അങ്ങനെ എടുക്കണം, അങ്ങനെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ജിൻഡോ പറഞ്ഞതാണ്. എന്നിട്ട് ജിൻഡോ ഇവിടെ വന്നിട്ട് അട്ടിച്ചങ്ങോട്ട് വിടുകയാണ്. അപ്പോഴത്തേന് റസ്മിനൊക്കെ കയറി വയലൻ്റായി. കാരണം അമ്മാതിരി ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. പിന്നെ ഋഷിക്ക് എന്താണ് പറയേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയില്ല. നോറ പണിഷ്മെന്റുകളെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ശരിയാണ്, നോറയ്ക്ക് പവർ ടീമിനെ കുറിച്ചിട്ട് എന്തറിയാം. പിന്നെ റസ്മിൻ വളർന്നു വന്ന ഒരു ഏരിയ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അത് ലാലേട്ടനോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ജാൻമണി എന്നൊക്കെ വിളിക്കൂല, ആട്ടൂല്ലോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഏരിയയിലുള്ള കാര്യമാണ്, അത് ഇവിടെ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും സംസാരിക്കേണ്ട ഒരു ഭാഷയല്ല. ഗബ്രിക്ക് മാനേഴ്സ് വേണമെന്ന് പറയുന്നു. ജാസ്മിൻ റൂൾ ബ്രേക്ക് ചെയ്ത കാര്യം പറയുന്നു. അപ്സര പല്ല് തേച്ച് തുപ്പിയ കാര്യം പറയുന്നു. അങ്ങനെ കുറേയധികം ആളുകളുടെ പേര് ജിൻഡോ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജാൻമണി നോറയെയും ജാസ്മിനെയാണ്. ജാൻമണി പറയുന്ന റീസൺ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ഇമോഷണലി വീക്കാണ്, ഡ്രാമ കളിക്കുന്നു. നോറ വീണ്ടും പൊട്ടിത്തെറിച്ചു. ജാസ്മിൻ മറ്റേ തുമ്മൽ ഇഷ്യൂ. ശ്രീരേഖ ജാൻമണിയെയും ജിൻഡോനെയും യമുനയാണ് പറയുന്നത്. ശ്രീരേഖ പറയുന്നത് ജാൻമണി സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാതൊക്കെ ഇന്നലെ ഇരുന്നു. അപ്പോൾ ഒത്തിരി ഉള്ളിലേക്ക് ഇടുകയാണ്. ജിൻഡോ അതിബുദ്ധിമാനും ഒരു തീവ്ര മണ്ടനുമാണ് പല സാഹചര്യങ്ങളിൽ. പിന്നെ യമുന ചില കാര്യങ്ങൾ അഭിപ്രായം പറയത്തില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു, നോട്ട് ചെയ്തിട്ടില്ല. യമുന അപ്പം തന്നെ വന്നിട്ട് ശ്രീരേഖയെ കുറിച്ചിട്ട് പറയുകയാണ്. മറ്റേ ബോഡി ഷോ നടത്താൻ പറഞ്ഞത് ഞാനല്ല, അത് ശ്രീരേഖയുടെ പ്ലാനാണ്. രതീഷിന് ഭക്ഷണം നിഷേധിച്ചത് എൻ്റെ പ്ലാനല്ല, അത് ശ്രീരേഖയുടെ പ്ലാനാണ്. രാത്രി മറ്റേ കൂർക്കം വലി ബെഡ് മാറി കിടക്കുന്ന ആ ഒരു കാര്യം ഞാനല്ല പറഞ്ഞത്, അത് ശ്രീരേഖ എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞാണ്. അങ്ങോട്ട് എടുത്ത് അടിക്കുകയാണ്. എന്നിട്ട് പോണ വഴിക്ക് സോറി പറയുന്നുണ്ട്. സേഫ് ഗെയിമേഴ്സ് ആണല്ലോ അല്ലേ. ഗബ്രി ജാസ്മിന്റെ ഹൈജീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജിൻഡോയുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ നോറയുടെ ഇമോഷണൽ ബാലൻസ് ഇല്ലായ്മയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ശരണ്യ പോളറൈസ്ഡ് വിഷനിലാണ് നോക്കിക്കാണുന്നത്. ശരണ്യ എല്ലാ ആൾക്കാരെയും കാണത്തില്ല, ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗബ്രിയുടെ പക്ഷം. അതേപോലെ തന്നെ അപ്സരയെ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നതിന് എതിരെ അർജുനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജാസ്മിൻ, ജാൻമണി, ജിൻഡോ, നോറ, ശരണ്യ, ശ്രീതു എന്നിവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ജാൻമണിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നിർബന്ധം, ജാൻമണി ചേച്ചി എന്ന് ജാസ്മിൻ വിളിക്കണം എന്നുള്ളത്. ഒരു പേരല്ല ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യാനായിട്ട് ഒരാളെ വിളിക്കാൻ പറ്റുക. ചേച്ചി എന്നൊക്കെ വിളിക്കണോ എന്നുള്ളത് വിളിക്കുന്ന ആളുകളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ അവിടെ ഭയങ്കര ഷോ. ഞാൻ 34 വയസ്സുള്ള ഒരാളാണ്, എന്നെ ചേച്ചി എന്ന് വിളിക്കണം. എന്തൊരു ചീപ്പാണ് ഇവർക്ക് എന്തൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്നറിയോ. ഭയങ്കര പ്രശ്നമാണ് ഇവർക്ക്. അവരൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇവർ കാൽക്കീഴിലേക്ക് കൊണ്ടുവരണം, ആൾക്കാരെ ക്ലാസ് തിരിച്ചിട്ട് ഭരിക്കണം. ശരിക്കും ജാൻമണി ഒക്കെ ഭയങ്കര വേഴ്സ്റ്റ് ക്യാരക്ടറാണ്. അതേപോലെ അൻസിബയെ കുറിച്ചിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജ് ഒക്കെ വെച്ചിട്ട് പെരുമാറുന്ന ഒരാളാണ്, അതറിയാം. പിന്നെ അതൊരു ഗെയിമിലേക്ക് കുത്തിത്തിരിപ്പ് വരുമ്പോഴത്തേനും കുറച്ച് മാറ്റം ഉണ്ടാവുമല്ലോ. അതിനുശേഷം ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ തല്ലുകൂടലാണ്. തല്ലുകൂടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തല്ലുകൂടലാണ്. റസ്മിൻ
പൊളിഞ്ഞു. കാരണം തൻ്റെ ഏരിയനെ കുറിച്ചിട്ട് പറഞ്ഞു, പരാതി ഉണ്ട് എന്ന് ബിഗ് ബോസിനോട് പറയുന്നു. ജിൻഡോ കുറേയധികം വിഡ്ഢിത്തരങ്ങൾ അവിടെ കിടന്ന് പറയുന്നു. ജാൻമണി നോറ പൊട്ടിത്തെറിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. അതേപോലെ തന്നെ ജാൻമണി നോറയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോറ ജാസ്മിന് ടെട്ടിന്റെ പണി കൊടുക്കാറുണ്ടെങ്കിലും ഈ ജാൻമണി ജാസ്മിന്റെ ഒക്കെ അടുത്ത് വന്നിട്ട് നോറയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ജാസ്മിൻ ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നതിനകത്തൊക്കെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വൃത്തി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഒരാളെ ഇങ്ങനെ മാറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ ഗെയിമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അതാണ് ഒരു ഫെയർ ഗെയിം എന്ന് പറയുന്നത്. ഫെയർ ഗെയിം പറയാനുള്ള പോയിന്റുകൾ പറയുക, സ്ട്രോങ് ആയിട്ട് ആളുകൾക്കെതിരെ ഗെയിം കളിക്കുക, ഈ റിപ്പിറ്റേഷൻ കാര്യമായിട്ട് ഒഴിവാക്കുക. ഒരാളെ നമ്മൾ ആരോപിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുക, അതില്ല എന്നുണ്ടെങ്കിൽ ആരോപിക്കാതിരിക്കുക, ഇപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കാതിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഗെയിമേഴ്സ് വളരെ കുറവാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ ജാസ്മിന്റെ ഗെയിമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ കളി മുന്നോട്ടേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ ജാസ്മിനൊക്കെ കോർണർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇല്ല, അവർക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയധികം നിലവാര തകർച്ചയുള്ള എന്തെങ്കിലും ഫാൻസ് തരണം ഇവർക്ക് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു സീസൺ 6 അങ്ങനെ എല്ലാ ആളുകൾക്കും ഫാൻസ് ഇല്ല, ഹേറ്റേഴ്സ് ഉണ്ട് ഓരോ ആളുകൾക്ക്, ഫാൻസ് ആയിട്ടില്ല. അപ്പം ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒറ്റപ്പെടുന്ന ആളുകൾക്ക് കുറച്ച് വോട്ട് കിട്ടും. ഇപ്പൊ ഈ പേഴ്സണൽ ഹൈജീൻ നമ്മൾ അന്ന് കണ്ടു, ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ അത്രയധികം അറച്ചുപോയി. പക്ഷേ ഇനി കുറേ ദിവസങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയുന്ന ആളുകൾ വെറുക്കും. കാരണം ഇന്ന് രാവിലെ തന്നെ കോർണർ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ആലോചിക്കും, കുറച്ചൊന്ന് ഒതുക്കാം. അതേപോലെ തന്നെ ശ്രീതു ഒക്കെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ശ്രീതു ഒക്കെ അടർ ഫ്ലോപ്പ് ഫേക്ക് ക്യാരക്ടർ പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതിനിപ്പം ഒരു ഗെയിം ആണോ എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.